രതിയല്ലേ ഇത്? ഇതെന്നാന്നിങ്ങനെ കുടിച്ചാടിയിട്ട് നടക്കുന്നു. ഇതിനായിങ്ങനെ കുടിച്ചാടിയിട്ട് അവരോരെ തടി കളയാ. മറ്റത് നാന്നിങ്ങനെ കുടിച്ച് പഠിച്ചു പോയപ്പോ. അല്ല മൂത്തമ്മേ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങള് ഇളയമക്കറിയില്ല കാര്യങ്ങള്. ഓളും മക്കളും ഇല്ല. ഇത് പൈപ്പിൽ വെള്ളമുണ്ടോ? ഇല്ല. ഈ പൈപ്പിൽ വെള്ളമില്ല. ഇല്ല. കുറച്ചും കൂടി എന്റെ എന്തൊക്കെയുണ്ട്. കുടിക്കാൻ വേണ്ടി ഉള്ളത് പോരാഞ്ഞിട്ട് പിന്നെയും കുടിക്കാനാന്ന്. അല്ല ഇതൊന്നും പോരാ. ഇതേറെ വയ്യാവും. മതി കുറച്ചേ കുടിക്കാതെ അധികം കുടിക്കാൻ പാടില്ല. അധികം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും മനസ്സിലാക്കണം. നിങ്ങള് ഇളയമക്കറിയാ കാര്യങ്ങള്. അല്ല രതി, നീ എപ്പ ഇങ്ങനെ കുടിച്ച് പഠിച്ചു പോയേ? മൂത്തമ്മേ, ഞാൻ ഓരോ കാര്യങ്ങള് ചെയ്ത് മടുത്ത്. എന്തെന്നാ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാര്യം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വിലയുള്ളൂ. പൈസക്കേന്ന് വിലയുള്ളൂ. ആക്ക് പൈസ വേണോ? വിട്ട് നേരെ കുടിച്ചാടുക. പിന്നെ എവിടെയാ പൈസ ഉണ്ടാവുക? അതല്ല, ഇപ്പൊ ഒരു സമാധാനം എന്ന് പറയാൻ വേണ്ടി ഇതേ ഉള്ളൂ. സമാധാനം ഇതേ ഉള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ. എപ്പാണ് മാലിയിട്ട് ഭഗവാൻ? ഒന്നുമില്ല, മനസ്സിന്റെ സങ്കടമില്ല മോനെ. അത് തീർക്കാൻ സങ്കടത്തിന് വേണ്ടി നീ മാലി ഇട്ടോ? സ്വാമിയായാലും കുടിയെല്ലാം നോക്കും. എത്ര 41 ദിവസം വ്രതം എടുക്കണം. വ്രതം എടുത്തിട്ട് അന്നേരം അത്ര ദിവസം കുടിയില്ലാണ്ടാവും. അതെയാ? നാളെ തന്നെ മാറിയണ്ണ. എന്നാ എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. എല്ലാ പ്രശ്നവും മാറും. അയ്യപ്പൻ മാറ്റി തരുവോ? അയ്യപ്പനെ പോയി തോത് പ്രാർത്ഥിച്ച് അയ്യപ്പനെല്ലാം. ഭഗവാനെ, എന്നാ പിന്നെ നമുക്ക് നാളെ തൊട്ട് മാലിയിടാം അല്ലേ? അയ്യപ്പൻ മാറ്റി തരുവോ? സങ്കടം മാറ്റി തരുവോ? എന്നാ ഭഗവാനെ, എന്നാ ഞാൻ മാലയിടാം. എന്നാല് ഭഗവാനെ, എന്നാ അയ്യപ്പ, എന്നാ ഹരിവരാസനം വിശ്വനാഥ